കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇന്നലെ നമ്മൾ ചിന്തിച്ചതിന് തുടർമാനമായിട്ട് തന്നെ ലുദിയയുടെ ആ ഭാഗത്തു നിന്ന് അടുത്ത വചനത്തിലേക്ക് വരാം. അപ്പോൾ ഇന്ന് അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 16-ാം വാക്യം. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വേണ്ടി ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു. അപ്പോൾ പൗലോസ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ വലിയ ഒരു ദൈവവേല, ഒരു വലിയ ശുശ്രൂഷ താൻ ചെയ്യുവാനിടയായി തീർന്നു. ആ ശുശ്രൂഷയിൽ ലുദിയയുടെയും കുടുംബത്തിൻ്റെയും സ്പിരിച്വൽ വെൽഫെയർ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പോൾ നമ്മൾ വചനം പഠിക്കുമ്പോൾ സ്തോത്രം, അത് അന്നൊരു കാലഘട്ടത്തിലായിരുന്നു. തീർച്ചയായും അതേ സ്വഭാവമുള്ള വ്യക്തി ജീവിതങ്ങളും അതേ അനുഭവങ്ങൾ തന്നെയാണ് ശരിക്കും നമ്മൾ ആ ഒരു കോൺട്രാസ്റ്റ് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ആ വർഷങ്ങളിലായിരുന്നു, അന്നത്തെ സഭകൾക്കായിരുന്നു. സഭകളിലെ ഇഷ്യൂസും സഭാ നേതാക്കന്മാരും അന്നത്തെ വ്യക്തി ജീവിതങ്ങളും ഒക്കെയും ഇന്ന് നമ്മൾ ഓരോരുത്തരിലും അത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ച് വളരെ പ്രൗഡ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പൗലോസ് പിന്നെ ജീവിതത്തിൽ തനിക്ക് ലാഭത്തിന്റെ ഇച്ഛകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അതൊരിക്കലും പ്രൗഡല്ല. പക്ഷേ ഇന്ന് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ശുശ്രൂഷയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് നമുക്ക് കാണാമല്ലോ, പല സംഭവങ്ങളും ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു, അവരുടെ ഐഡന്റിറ്റി ഒക്കെ വലുതാകുന്നു. ഐഡന്റിറ്റി വലുതായതിനു ശേഷം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഞാൻ ആരെയും അടച്ചാക്ഷേപിച്ച് സംസാരിക്കുമല്ല. ഇന്നും ദൈവത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന അനേകം സത്യസന്ധമായ ദൈവദാസന്മാരെ എനിക്ക് പേഴ്സണലി അറിയാം, നമുക്ക് കാണാനുണ്ട്. പക്ഷേ ലോകത്തിൽ മനുഷ്യർ പലവിധമാകുന്നു എന്ന് പറയുന്നത് പോലെ പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അത് തന്നെ ദൈവദാസന്മാരെന്ന് പറയുന്നവർ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരൊക്കെയും തുടക്കത്തിൽ വളരെ നല്ല രീതിയിൽ പോകുന്നത്, അതിന് ശേഷം പോകുന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ആണ് ഈ ഒരു പ്രത്യേക വിഷയം നമുക്ക് കാണുന്നത്. ലുദിയയുടെ ഭവനത്തിൽ നിന്നും ആ ശുശ്രൂഷയൊക്കെ ചെയ്ത് പൗലോസും തൻ്റെ സുഹൃത്തുക്കളും ഒക്കെയും അവിടെ നിന്ന് പോകുന്ന സമയത്താണ് വെളിച്ചപ്പാടത്തിയുടെ രൂപത്തിൽ ഒരു സ്ത്രീ വരുന്നത്. വെളിച്ചപ്പാടത്തിക്ക് നല്ല ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രവചിക്കും, കറക്റ്റായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഇവർ ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് അവർ ആ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു പ്രൗഡായിട്ടുള്ളൊരു ദൈവം ഓൾറെഡി ഒരു നല്ല വലിയ മിനിസ്റ്ററിയൊക്കെ കഴിഞ്ഞ് അവരുടെ സ്വീകരണമൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പോഴാണ് അടുത്ത സ്ഥലത്തോട്ട് ചെല്ലുന്ന സമയത്തേക്ക് ഒരു ബാല്യക്കാരത്തി, ഒരു യൂത്തായിട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളാണെങ്കിൽ എങ്ങനെ ചിന്തിക്കുമെന്നുള്ള ചിന്തിക്കണം. ഞാനിത് പറയുന്നതിൻ്റെ ഉദ്ദേശം, നമുക്ക് സ്ലിപ്പായി പോകുന്ന ഏരിയാസ്, അതായത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വശങ്ങൾ എവിടെയൊക്കെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് എന്നുള്ള ഒരു അവസ്ഥയെ പറ്റിയാണ് ഞാൻ ഫോക്കസ് ചെയ്തത് ഇന്നത്തെ മെസ്സേജിനകത്തൂടെ. തീർച്ചയായിട്ടും പൗലോസ് അതിനകത്ത് കേട്ട് അങ്ങ് മയങ്ങിപ്പോവല്ല. പൗലോസ് അതിനകത്ത് എന്താ പറയുക, അവരെ കറക്റ്റായിട്ട് വിവേചിക്കുന്നു. ആ സ്ത്രീ സംസാരിച്ചു, പറഞ്ഞത് കറക്റ്റാ. അവര് ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസന്മാരാണ്, അവര് ദൈവ വേലക്കാരാണ്. അതൊക്കെയാണ് ഈ വെളിച്ചപ്പാടക്കാരത്തി എന്താ പറയുന്നത്, അശുദ്ധമായ ആത്മാവിൽ സംസാരിക്കുന്നത്. പക്ഷെ പൗലോസ് അത് കേട്ടിട്ട് അദ്ദേഹം കണ്ടോ, എന്നെ പറ്റി പറയുന്നത് കേട്ടോ, ദൈവത്തിന്റെ ദാസൻ എന്നൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ്, വലിയ സംഭവമാണ് എന്നല്ല അദ്ദേഹം അവിടെ പറയുന്നത്. അതിന് പകരം അദ്ദേഹം കൃത്യമായി ആ സ്ത്രീയെ എന്താ പറയുന്നത്, വിവേചിപ്പാനും അവരിൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തിയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവും കൃപയും ഉണ്ട്. അതാണല്ലോ നല്ലതിനെയും തീയതിനെയും തിരിച്ചറിയാനുള്ളൊരു കൃപ നമുക്ക് വേണം. ഈ സ്ത്രീ കൂട്ടത്തിൽ പറയുന്ന ഒരു വിഷയം, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു. ഒന്ന് നോക്കിക്കുക, എത്ര ജെനുവിനായിട്ട് അവർ സംസാരിക്കുന്നത്. രക്ഷാമാർഗം നിങ്ങളോട് വിളിച്ചറിയിക്കുന്ന ആൾക്കാർ ദൈവത്തിന്റെ ദാസന്മാരാണ് ഇവരെന്നൊക്കെ പറഞ്ഞ് വളരെ ജെനുവിനായിട്ടാണ് സംസാരിക്കുന്നത്. നോക്കിക്കോണം, അശുദ്ധാത്മാവിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ചിന്തിക്കൂ, ഒരു നോർമലായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും തോന്നുമോ ഇവർക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു എന്നാ പറയുന്നത്, നോർമൽ അല്ലാത്ത ഒരു സ്പിരിറ്റിലായി ഇവർ സംസാരിക്കുന്നത്, ഒരു ഡിമോണിക് സ്പിരിറ്റിലാണെന്ന് ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല, ആരും ചിന്തിക്കത്തില്ല. അപ്പോൾ വളരെ ജെനുവിനായിട്ടുള്ള കാര്യം പറയുന്നു. അവർ പിശാചിന് അതിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് ആൾക്കാരെ അനലൈസ് ചെയ്യാനും സാത്താന് ദൈവാത്മാവിൽ പറയുന്നത് പോലെ തന്നെ സംസാരിക്കാനും ഒക്കെയുള്ള കഴിവൊക്കെ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം.
കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴും പല ഘടകങ്ങളും പല വിഷയങ്ങളിൽ കൂടെ കർത്താവ് പോകുമ്പോൾ കർത്താവ് ഫോക്കസ് ചെയ്യുന്ന ടാർഗറ്റ് ചെയ്യുന്ന ഏരിയാസ് എന്താ പറയുന്നത് നോക്കിയാണ് കർത്താവ് പോകുന്നത്. അല്ല, പോകുന്ന വഴിക്ക് പല സംഭവങ്ങൾ ആക്ടിവിറ്റീസ് നടക്കും. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ അതൊന്നും നോക്കി ദൈവത്തിന് വേണ്ടി സീരിയസ് ആയിട്ട് നിൽക്കുന്ന അവർക്ക് അതിനൊന്നും സമയമില്ല. അവർ അടുത്ത ടാർഗറ്റ് ലക്ഷ്യം നോക്കി പോവാണ്. വഴി കൂടെ പല വിഷയങ്ങളും ഒബ്സ്റ്റക്കിൾസും ചലഞ്ചിങ് മാറ്റേഴ്സും എന്ന് പറഞ്ഞാൽ പൗലോസ് പല നാളായി കഴിഞ്ഞപ്പോൾ ഇതൊരു ശല്യമായി തീർന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് മുഷിഞ്ഞ് എന്ന് പറഞ്ഞത് മുഷിഞ്ഞ് അവളിലുള്ള ഭൂതത്തോട് വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ അത് വിട്ടുപോയി. അപ്പോൾ അടുത്തൊരു വലിയൊരു മിനിസ്ട്രിയും കൂടെ അവിടെ ചെയ്തെടുക്കുന്നു. ഒരു സ്ത്രീയും കൂടെ ഒരു ബാധയിൽ നിന്ന് അവർ രക്ഷപ്പെടുക. ഈ ഒരുപാട് ആൾക്കാരൊക്കെ നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ആൾക്കാരിലും റൂൾ ചെയ്യുന്ന പവർ ഒരിക്കലും ഒരു ഗോഡ്ലി അല്ലെങ്കിൽ സ്പിരിച്വൽ പവർ ആയിരിക്കണമെന്നില്ല. അപ്പം ഇവിടൊക്കെ ഈ വെളിച്ചപ്പാടത്തിയായ സ്ത്രീയെ പറ്റി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അവർ വളരെ ജെനുവിനായിട്ട് ഉള്ള കാര്യങ്ങൾ പറയുന്നത്, അവരെ പ്രൈസ് ചെയ്യുന്നു. അവർക്ക് എഗൻസ്റ്റ് ആയിട്ടല്ല, അവരെ പ്രൈസ് ചെയ്യുന്നു. സഭകളിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്ന് ദൈവത്തിന്റെ പേരിൽ പ്രൈസിങ്ങും ഒക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രൈസ് ചെയ്യുന്നത് ആരാണ് ഉയർത്തുന്നത്, ഏത് സ്പിരിറ്റിലാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇവിടെ പോള് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തന്നെ ചിലപ്പം തകർന്നു പോകാനൊക്കെ സാധ്യതയാണ്. കാരണം അവരതിനെ വേറെ ഒരു വഴിയിലോട്ട് തിരിച്ചുകൊണ്ട് പോകും. കാരണം പിശാചിനറിയാം ലൂദിയുടെ വീട്ടിലൊക്കെ ചെയ്തു ആ വരുന്ന വരവ് എത്ര പവർഫുൾ ആണ്, തൻ്റെ കൂട്ടരുമായി ഒത്തുള്ള വരവ്, അതിനെതിരെയുള്ള അറ്റാക്കുകളൊക്കെ, ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മർമ്മങ്ങളാണ്. ഞാൻ ആദ്യ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ വചനം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കോൺട്രാസ്റ്റിനെ പറ്റി ചിന്തിക്കുകയും ആത്മാവിൽ നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെയും ചെറിയ സംഭവങ്ങൾ, ഇതൊക്കെ ഒരുപാട് പേർക്ക് ചെറുതായിരിക്കും, പക്ഷേ ഈ ചെറിയ സംഭവങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത്. എല്ലാവരെയും ദൈവം ഈ വാക്കുകളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.